അയ്യോ പാവങ്ങളോട് കൈക്കരുത്ത് കാണിക്കുന്നതല്ല അതിന്റെ ഒരു ശരി. ഇനി ഒരു അടി മുന്നോട്ട് വച്ച് നോക്കടാ. ഉണ്ടാക്കിയ തന്തയുടെ അവകാശം പറഞ്ഞുകൊണ്ട് ഇനി മേലാൽ ഈ വീട്ടിൽ കാലുകുത്തിയ സ്വന്തം അമ്മയ്ക്ക് വായിക്കരിടാൻ നാട്ടുകാർ പോണോന്നും കരുതി കെട്ടും കെട്ടി ഇറങ്ങിയതാ. പക്ഷെ ഇപ്പൊ പോയാൽ ശരിയാവില്ല. ഇനിയാണ് ഇവിടെ കളി നടക്കുന്നത്, കളിയുടെ പൊടിപൂരം. പോയി വാ ശീക്രം. ഞാൻ അന്നേ പറഞ്ഞതാ, കുലുവാലുള്ള കേസാണെങ്കിൽ എന്നെ കച്ചവടത്തിൽ നിന്ന് വിട്ടേക്കെന്ന്. ഗോകുലം വീടിന്റെ പേരിന് എന്നെ തന്ന ചിക്കിലി വാരി നെഞ്ചോട് ചേർത്തപ്പോ നീ എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു. അത് ജോസേട്ടാ, 2-3 പെണ്ണുങ്ങളെ വീടൊഴിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ആണാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താടാ കാര്യം?
എന്തായാലും നിന്റെ അച്ഛന്റെ വെപ്പാട്ടിയുടെ മക്കള് കേമറ്റുകൾ തന്നെ. ജോസേട്ടൻ അവരൊന്ന് പരിചയപ്പെടണമല്ലോ. ഈ ഓർമ്മയ്ക്കായിട്ട് പിള്ളേരൊക്കെ ചെയ്യുമല്ലോ. എന്തോട്ടാ പറഞ്ഞ എടാ കണാരാ ഏറെ ഒപ്പിട്ട് വാങ്ങൂലടാ. ഓട്ടോഗ്രാഫ്. ആ അത് തന്നെ. നിന്റെ മറ്റേ വകയിലെ പെങ്ങന്മാരെ കണ്ടിട്ട് ജോസേട്ടൻ അതൊരെണ്ണം സംഘടിപ്പിക്കണം. ജോസേട്ടാ അതിപ്പോ എന്താ പെങ്ങന്മാരുടെ മുമ്പിൽ നാണം കെട്ടപ്പോ ഇടയാളാക്കാം. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ആരെ കൊണ്ടിട്ടാളി എന്റെ കാര്യം നടന്നിരിക്കണം. ഒന്നും രണ്ടും അല്ല, ലക്ഷങ്ങളാണ് നിന്നെ വിട്ടു ഞാൻ ഇറക്കിയിരിക്കുന്നത്. ഉറപ്പിച്ച കച്ചവടം പറഞ്ഞ സമയത്ത് നടത്തിയിരിക്കണം. അതിനിടയ്ക്ക് നാർത്തരം കാണിക്കാൻ നിന്ന കിടഹാവേ. ഞാൻ ജോസേട്ടൻ എല്ലാരും വിളിക്കുക. ചന്തയില് കച്ചവടാ നേന്ത്രക്കൊലയുടെ. അത് മൊത്തത്തിലും ഉണ്ട്, ചില്ലറയായിട്ടും ഉണ്ട്. പിന്നെ കൂട്ടത്തിൽ ഇത്തിരി വസ്തുവിന്റെ ഏർപ്പാടും ഉണ്ട്. ഒക്കെ കൂടി ഒരു വിധത്തിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഇതൊക്കെ ഞങ്ങളോട് പറയാൻ ആ പെമ്പിള്ളാരാ ഇങ്ങനെ വേണം. ജോസേട്ടൻ ഇതേ സ്വഭാവാ. നേരെ വാ നേരെ പോ. ഇനിയിപ്പൊ കാര്യങ്ങൾ നേരെ രൂപ അങ്ങ് പറയാമല്ലോ. ഇവരുടെ ആങ്ങളെ രവിശങ്കർ ഈ പൊരയും പറമ്പും എനിക്ക് കച്ചവടം ചെയ്തിരിക്കുക. എഴുതിയ കരാറിന്റെ കാലാവധി ഏകദേശം തീരാറായി. പൊന്നാങ്ങളെ പറഞ്ഞ പെങ്ങന്മാര് കേൾക്കില്ലെന്നറിയാം. അതുകൊണ്ട് നിങ്ങളുടെ തിരുമുഖം കണ്ട് സങ്കടം പറയാൻ വന്നതാ. ആ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച അവസ്ഥയിലാ ജോസേട്ടൻ. സാധാരണ കഴിക്കുന്ന പട്ടിയെ വിഷം കൊടുത്ത് കൊല്ലുക എന്റെ ഒരു രീതി. വല്ലവനൊക്കെ എഴുതി തന്ന ഏതോ കരാറിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇറക്കി വിടാന്ന് ആരും കരുതണ്ട. അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയണോ കൊച്ചേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇണങ്ങിയാൽ എല്ലാവർക്കും കൊള്ളാം. ഇനി അതല്ല, ഉണ്ടേ വെച്ച് പൊന്നാങ്ങളെ തല്ലി ഒരിക്കത് പോലെ എന്റെ അടുത്ത് വന്നാണ്ടല്ലോ, കടയിൽ നേന്ത്രക്കായ തൂക്കിയിടുന്ന പോലെ തള്ളിക്കൊണ്ട് കേട്ടി തൂക്കും എല്ലാത്തിനെയും. ഇനി ഞാനിവിടെ കാലുകൂട്ടുന്നത് ഈ വീടിന്റെ ഉടമസ്ഥനായിട്ടായിരിക്കണം. മറിച്ച് നമ്മൾ തമ്മിൽ ഇതുപോലൊരു കൂടിക്കാഴ്ച ഉണ്ടാവാൻ പാടില്ല.